മുസ്ലിം ലീഗിലേക്ക് ചേക്കേറിയ ഫറൂഖിലെ ഇടത് കൗൺസിലർ ഷനൂബ നിയാസിന് നിരന്തരം ഭീഷണി. ഷനൂബ അടുത്തിടെയാണ് മുസ്ലിം ലീഗിലേക്ക് കൂടുമാറുന്നത്. ഇതോടെ കൗൺസിലർക്കെതിരെ CPM നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തന്നെ നടന്നുവരികയാണ്. കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിനെത്തിയ ഷനൂബിയെ CPM കൗൺസിലർമാർ ചെരുപ്പുമാലയണിയിക്കാൻ ശ്രമിച്ചിരുന്നു. ഗോ ബാക്ക് വിളികളുമായി എത്തിയ ഇടത് അംഗങ്ങളെ UDF അംഗങ്ങൾ പ്രതിരോധിച്ചതോടെ നഗരസഭയിൽ സംഘർഷ സാഹചര്യം ഉടലെടുത്തു. മുസ്ലിം ലീഗിലേക്ക് മാറുന്നതായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഷനൂബിയ നിയാസിന്റെ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നു. വീടിന്റെ ജനാലകൾ ഒരു സംഘം എറിഞ്ഞ് തകർക്കുകയായിരുന്നു. വിഷയത്തിൽ പോലീസ് കേസെടുത്തുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഷനൂബിയ പറയുന്നത്. അതേസമയം ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ വഴി തിരഞ്ഞെടുത്തതിന് ഇടതുപക്ഷത്തിന്റെ ഫാസിസത്തിന് വിധേയയായ ഷനൂബിയ നിയാസിനെ സംരക്ഷിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അവകാശപ്പെട്ടു. കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായ RJDയിൽ നിന്നും മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് കടന്നുവന്ന ഷനൂബിയയെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ക്രൂരമായാണ് ഇടതുപക്ഷ കൗൺസിലർമാർ വളഞ്ഞിട്ട് ആക്രമിച്ചത്. വീടിന് നേരെ കല്ലേറടക്കമുള്ള ആക്രമണങ്ങളും നേരിടേണ്ടി വന്നുവെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്താണ് ഷനൂബിയ ചെയ്ത തെറ്റ്? ഒരിക്കൽ പ്രവർത്തിച്ച പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിൽ ചേർന്നു. അതിനവരെ സ്വാധീനിച്ച കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പൗരന് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ ധാരയിൽ ഏത് സമയത്തും ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട്. അതിന് ഒരു രാഷ്ട്രീയ പക്ഷത്തിന്റെയും അനുമതിയോ തിട്ടൂരമോ വേണ്ട. ഇടതുപക്ഷത്തിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ഒക്കെ വെറും കാപട്യമാണെന്ന് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും വ്യക്തമാവുകയാണ്. കേരളം പോലൊരു സ്ഥലത്ത് ശരിയെന്ന് തോന്നിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമെടുത്തതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് തെരുവിൽ അപമാനിക്കപ്പെട്ടും ഭയത്തോടു കൂടിയും ജീവിക്കേണ്ടി വരുന്നത് എത്ര ഹീനമായ അനുഭവമാണ്. അതിൽ ആശ്ചര്യമൊന്നുമില്ല. അത്തരം ജനാധിപത്യ വിരുദ്ധവും അസഹിഷ്ണുതയും പകയും മുൻപും ഒരുപാട് തവണ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ നയനിലപാടുകളിൽ ആകൃഷ്ടയായി പാർട്ടിയിലേക്ക് കടന്നുവന്ന ഒരാളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ട്. ഷനൂബിയയോടൊപ്പം പാർട്ടിയുണ്ട്. രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷണമൊരുക്കി മുസ്ലിം ലീഗ് പാർട്ടി ഷനൂബിയയ്ക്കൊപ്പമുണ്ടാകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്.